നമുക്ക് കുറെ അതിഥികൾ ഈ 7 മുതൽ 8 വരെ ഉണ്ടാകും. പല അതിഥികളായി വന്നു പോകും. അതിൽ ആദ്യത്തെ ആൾ നമുക്ക് വളരെ പരിചിതമായ ടെലിവിഷൻ ചർച്ചകളിലൂടെയൊക്കെ നമ്മൾ കണ്ട ഒരു പരിചിത മുഖം, യൂത്ത് കോൺഗ്രസിന്റെ മുഖമാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മളുടെ കൂടെ വസന്ത് തെങ്ങമ്പള്ളി. ഞങ്ങൾ ഈ ഞങ്ങൾ ഈ ചർച്ചകളിൽ ഫ്രെയിമിലാണല്ലോ കാണുന്നത്. ആദ്യമായിട്ടാണ് നേരിട്ടൊന്ന് കണ്ടു കിട്ടുന്നത്. ഞങ്ങളെ ഫ്രെയിമിൽ കാണുമ്പോൾ കുറെ കൂടി തടി ഉണ്ടായിരുന്നു, എന്നാൽ അത്ര തടി നേരിട്ട് കാണുമ്പോ ഇല്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ പറയുന്നത് നേരിട്ട് കാണാൻ കൂടുതലാണെന്നാ പറയുന്നത്. അയ്യോ അങ്ങനെയാണോ ദിവ്യക്ക്? ഞാനും ഈ ഫ്രെയിമിൽ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടുള്ള ഒരു ഇതല്ലേ കാണുന്നത്, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. എങ്ങനെയുണ്ട് ഇവിടെയുള്ള കോട്ടയത്തെ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം വിശേഷങ്ങളൊക്കെ, തെരഞ്ഞെടുപ്പ് പൾസൊക്കെ എങ്ങനെ? പിന്നെ വളരെ ജീവിതമായ ഒരു ലൈവ്ലി ആയിട്ട് ഇലക്ഷൻ പോവുകയാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഏതാണ്ട് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയത് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്താണ്. ഈ ജില്ലാ പഞ്ചായത്തിലെ അവസാനത്തെ 6 മാസത്തെ ഒരു ഡിസിഷനാണ് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത് കഴിഞ്ഞ തവണ, അതും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഈ തവണ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വളരെ സെക്യൂറായ സേഫായ ഒരു സീറ്റ് പൊസിഷനിൽ UDF എത്തും. അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയിലുമൊക്കെ ഒരാട്ടം പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയൊന്നും. ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ്. നിയോജകമണ്ഡലം പൂഞ്ഞാറാണ്, പാറത്തോട് കാഞ്ഞിരപ്പള്ളിയാണ്. 6 നഗരസഭയും പിടിക്കും ഇത്തവണ. 6 ഇല്ലെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും മെച്ചപ്പെട്ട ഒരു പൊസിഷനിലേക്ക് എത്തും. 6 എന്ന് പറഞ്ഞ് നമ്മള് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, 4 നഗരസഭയാണല്ലോ കഴിഞ്ഞ തവണ കിട്ടിയത്. അതിൽ എന്താകും അവസ്ഥ? അപ്പൊ എത്ര പ്രെഡിക്റ്റ് ചെയ്യുന്നു? 5ലേക്ക് എത്തും. ഞങ്ങൾ പൊസിഷൻ മെച്ചപ്പെടുത്തും. ജില്ലാ പഞ്ചായത്തിൽ ഭരണം, ജില്ലാ പഞ്ചായത്തിൽ കൺഫേം ഭരണത്തിലേക്ക് ഞങ്ങൾ എത്തും. കാരണം അത് കേരള രാഷ്ട്രീയത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കും. അതായത് കോട്ടയത്ത് ചിലരില്ലെങ്കിലും ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റും. കോൺഗ്രസ് ആണ് കോട്ടയത്തെ ഒന്നാമത്തെ കക്ഷിയെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ രജിസ്റ്റർ ചെയ്യും. ചിലർക്കുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടിയാണല്ലേ, ചിലരില്ലെങ്കിലും ഞങ്ങൾ എത്തും എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോട്ടയത്തെ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് രജിസ്റ്റർ ചെയ്യപ്പെടും. വസന്ത് മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ഈ തവണ മത്സരംഗത്തില്ല. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ എന്റെ പഞ്ചായത്തിലെ 21 വാർഡിലും ഞാൻ മത്സരിക്കുകയാണ്. എന്റെ പഞ്ചായത്തിനുള്ളിലുള്ള 3 ബ്ലോക്ക് പഞ്ചായത്തിലും 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. കൈപ്പത്തിയുണ്ട്, കോണിയുണ്ട്, ഓട്ടോ ഉണ്ട്. ഇനി വസന്തിന് നിയമസഭയിലേക്കാണോ മാറ്റിവെച്ചതാണോ? ആണോ ഒരു 6 മാസം കഴിയുമ്പോൾ ഇനി അതിനുള്ള ഒരു പോരാട്ടമായി ജീവിച്ചു പോകാൻ അനുവദിക്കൂ? അല്ല വസന്ത്, ചിലപ്പോ അന്ന് ഞാൻ 140 നിയമസഭയിൽ മത്സരിക്കേണ്ടതായി വരും. ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസ് കൈവിടുന്നു. UDF-ൽ നിന്ന് മാണിയും കൂട്ടരും പുറത്തേക്ക് പോകുന്നു. അന്ന് ഉമ്മൻചാണ്ടിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു കോൺഫിഡൻസ് പറഞ്ഞത്, ഇല്ല, കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് ഭരണം പിടിക്കാം, കോട്ടയം പിടിക്കാം, ഭരണത്തിൽ അതൊരു തിരിച്ചടി ഉണ്ടാവില്ലെന്ന്. പക്ഷേ 2020-ൽ കനത്ത പ്രഹരം, കേരള കോൺഗ്രസ് എം UDF വിട്ടത് കനത്ത പ്രഹരം നിങ്ങൾക്ക് ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അടക്കം പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നിങ്ങൾക്ക് നഷ്ടമാകുന്നു. അപ്പോൾ ഈ കുറി ഒരു 5 വർഷം കഴിയുമ്പോൾ കേരള കോൺഗ്രസ് എം ഇല്ലെങ്കിലും ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം, അത് ഒരു സാഹസമല്ലേ? അല്ല, സേഫ് നോക്കുക. അതെ, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ കേരള കോൺഗ്രസ് പോയിട്ട് ഏതാണ്ട് 6 മാസത്തിൽ താഴെ ആവുന്നുള്ളൂ. നമുക്കൊരു ബ്രീത്ത് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പ്രിപ്പയർഡ് ആവാൻ, ആ മുന്നണിയിലൊരു ഒരു വിഘടനം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് പ്രിപ്പയർഡ് ആവാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതല്ല അവസ്ഥ. പിന്നീട് കഴിഞ്ഞ തവണത്തെ നിയമസഭാ ഭരണത്തിലേക്കൊക്കെ വരുന്നത്, LDF രണ്ടാമതും വരുന്നത് ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അതൊരു ഫ്രാക്ഷനാണ് കേട്ടോ, ഇല്ലെന്നും ഞാൻ പറയില്ല. പക്ഷെ അതുകൊണ്ട് മാത്രമാണ്, അതാണ് മേജർ ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് കോവിഡിന്റെ സാഹചര്യമുണ്ട്, അങ്ങനെയുള്ള അവരുടെ PR എക്സസൈസിന്റെ വലിയ പങ്കുണ്ട്, കിറ്റടക്കമുള്ള രാഷ്ട്രീയം വന്നുണ്ട്. ആ രാഷ്ട്രീയമാണ് അവരെ സഹായിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരള കോൺഗ്രസിന് ശക്തിയില്ലെന്നോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അവർ നാളുകളിൽ ഞങ്ങളുമായി സഹകരിച്ചാൽ UDF ലീഡർഷിപ്പ് പറഞ്ഞ രീതിയിലുള്ളൊരു അംഗീകാരം അവർക്ക് സ്വാഭാവികമായും ഉണ്ട്. ഞങ്ങൾ അവരെ, ഇവിടുത്തെ പ്രവർത്തകരാരും അവരെ മാറ്റി നിർത്തില്ല. UDF ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ, UDF ലീഡർഷിപ്പിന്റെ പൊതു മിനിമം പരിപാടിയുമായി അവർ അക്സെപ്റ്റ് ചെയ്ത് വന്നാൽ. പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറയുന്നു, അന്നത്തെ ആ ബ്രീത്ത് ടൈം ഞങ്ങൾക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതായത് കേരള കോൺഗ്രസ് ഇല്ലാതെയാണെങ്കിലും ഇവിടുത്തെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഞങ്ങൾ ഈ മത്സര രംഗത്ത് മത്സരിക്കുന്നതിൽ കൂടുതലും കേരള കോൺഗ്രസ് വയല്ലേ, ഞങ്ങൾ രണ്ടിലെയുമായിട്ടാണല്ലോ പലയിടത്തും കൈപ്പറ്റി മത്സരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കക്ഷി, ഏറ്റവും കൂടുതൽ വോട്ടുള്ള, ഏറ്റവും കൂടുതൽ സീറ്റുള്ള, ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ കക്ഷി, അതാ കൈപ്പത്തി ചിഹ്നത്തിലുള്ള. നിയമസഭാ ഇലക്ഷന് മുമ്പ് അവരുടെ തിരിച്ചുവരവ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് UDF ലീഡർഷിപ്പ്, സംസ്ഥാന UDF ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിച്ച് UDF ലീഡർഷിപ്പ് ഒരു തീരുമാനമെടുത്താൽ അതിനെ ഇവിടുത്തെ പ്രവർത്തകർ അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും സഹകരിക്കാം. UDF എല്ലാ കാലത്തും അങ്ങേക്കും അറിയാലോ, ഇതൊരു ബഹുജന
മുന്നണിയാണ്. അതിലെ എല്ലാ കക്ഷികളും ഉണ്ടാവണം. ഇപ്പം എല്ലാവരെയും നമ്മൾ ചേർത്തുകൊണ്ട് പോകുന്നൊരു കോട്ടയത്ത് ഒരുവിധ അണിയറ നീക്കങ്ങൾക്ക് അറിയാത്ത ആളൊന്നുമല്ല അഡ്വക്കേറ്റ് വസന്ത്. എന്തെങ്കിലും നീക്കങ്ങൾ ചർച്ചകൾ ഇതിനകം നടന്നോ ജോസിനെ തിരിച്ചെത്തിക്കാൻ? അല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവർ വന്നാൽ നല്ല കാര്യം. അവർ വന്നാൽ അവർക്ക് എനിക്ക് തോന്നുന്നു അവിടെ ഈ വലിയേട്ടന്റെ കീഴിൽ കൊച്ചനുജന്റെ അടിയിലെ അനുജനായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ രാജാക്കന്മാരായിട്ടിരുന്നവരല്ലേ, എന്തിനാണ് അവിടെ പോയി മറ്റേ ഏച്ചിൽ വരുന്നത്? വളരെ മന്ത്രിയായിട്ടെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കില്ലേ, എന്തിനാണ് അവിടെ പോയി ഈ വിദൂഷകന്റെ വേഷം കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ആ വിദൂഷക വേഷമൊക്കെ ഒഴിവാക്കി അവർ വന്നാൽ അവർക്ക് മന്ത്രിസ്ഥാനം ഇവിടെ കിട്ടും. ഏത് സംസ്ഥാന മന്ത്രിസഭയല്ലേ പറഞ്ഞത്, രാജ്യസഭയിൽ 2ാം സ്ഥാനത്തല്ലേ 3ാം സ്ഥാനത്ത് അവരെ നമുക്ക് ഇരുത്താൻ പറ്റും. പക്ഷേ എൻ്റെ അതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ലെഫ്റ്റ് ലൈൻ വ്യതിയാനം LDF ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടതുപക്ഷ ഐക്യം വേണം എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി സ്ഥാനം പോലും രാജിവെച്ച് CPI അന്ന് അങ്ങോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് ലൈൻ വ്യതിയാനം ഉണ്ടായതുകൊണ്ട് CPI ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരാൻ സാധ്യത എന്നാണ് എൻ്റെ ഒരു പൊളിറ്റിക്കൽ റീഡിങ് കേട്ടോ. കോൺഗ്രസിന്റെ ലൈനല്ല, എൻ്റെ പൊളിറ്റിക്കൽ റീഡിങ്. അത്രയ്ക്ക് അങ്ങോട്ട് ഒരു നിരീക്ഷണം അത് പോസിബിൾ എനിക്ക് എങ്ങനെ തോന്നുന്നു അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി ഒക്കെ? വെയിറ്റ് ആൻഡ് സീ ദിവ്യ. ശരി, ഇനിയിപ്പോഴേ എന്തോ മനസ്സിൽ കണ്ടിട്ടാണ്, അല്ലാതെ അങ്ങനെ പറയില്ല. വല്ലാത്തൊരു ആത്മവിശ്വാസം കാണുന്നുണ്ട്. അതെ, ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ്